ഗോകുലത്തിലെത്തിയ ഉദ്ധവർ ഗോപസ്ത്രീകളുടെ കൃഷ്ണഭക്തി കണ്ട് അവരുടെ പാദധൂളിയെ വീണ്ടും വീണ്ടും വന്ദിക്കുന്നു. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണച യാസാം ഹരികഥോദ്ഗീതം പുനാദിഭുവനത്രയം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് നാരായണീയം ദശകം 76 ഉദ്ധവദൂത്യം. വൃത്തം മന്ദാക്രാന്ത. ശ്ലോകം 1. ഗത്വാ സാന്ദീവനിമദ ചതുഷ്ഷഷ്ടിമാത്രൈരകോഭിഃ സർവജ്ഞസ്ത്വം സഖമുസലിനാ സർവവിദ്യാഗൃഹീത്വാ പുത്രം നഷ്ടം യമനിലയനാദ് ആകൃതം ദക്ഷിണാർത്ഥം ദത്വാ തസ്മൈ നിജപുരമഗാ നാദയൻ പാഞ്ചജന്യം. ഗത്വാ സാന്ദീപനീം അഥ. അനന്തരം സാന്ദീപനി മഹർഷിയെ പ്രാപിച്ചിട്ട് ചതുഷ്ഷഷ്ടിമാത്രൈ അഹോഭി 64 ദിവസം കൊണ്ട്. ചതുഷ്ഷഷ്ടി 4 + 60 64 മാത്രൈ മാത്രം കൊണ്ട്. അഹം ദിവസം, അഹോബി ദിവസം കൊണ്ട്. സർവജ്ഞ ത്വം സർവജ്ഞാനിയായ ഭഗവാനെ ശ്രീകൃഷ്ണ അങ്ങ് സഹമുസലിന ബലഭദ്രനോട് ചേർന്ന് സർവവിദ്യാം ഗൃഹീത്വാ എല്ലാ വിദ്യകളെയും ഗ്രഹിച്ചിട്ട് പുത്രം നഷ്ടം നഷ്ടപ്പെട്ട മരിച്ചുപോയ പുത്രനെ യമ നിലയനാദ് യമൻ്റെ വസതിയിൽ നിന്ന് നിലയനത്തിൽ നിന്ന് കാലപുരിയിൽ നിന്ന് ആഹൃതം ഹരിക്കപ്പെട്ടവനായി തിരിച്ചു കൊണ്ടുവന്നവനായി ദക്ഷിണാർത്ഥം ഗുരുദക്ഷിണയായി ദത്വാ കൊടുത്തിട്ട് നൽകിയിട്ട് തസ്മൈ അദ്ദേഹത്തിനായി ഗുരുവിനായി നിജപുരം തൻ്റെ പുരത്തെ മധുരയെ അഘ പ്രാപിച്ചു നാദയൻ പാഞ്ചജന്യം പാഞ്ചജന്യം എന്ന ശംഖത്തെ മുഴക്കിക്കൊണ്ട് ധ്വനിപ്പിച്ചുകൊണ്ട്. ശ്ലോകാർത്ഥം നോക്കാം. പിന്നെ സർവജ്ഞനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലരാമനോടൊപ്പം സാന്ദീപനി മഹർഷിയെ സമീപിച്ച് 64 ദിവസം കൊണ്ട് മാത്രം എല്ലാ വിദ്യകളെയും ഗ്രഹിച്ചിട്ട് ഗുരുദക്ഷിണയായി മരിച്ചുപോയ ഗുരുപുത്രനെ യമപുരിയിൽ നിന്ന് അദ്ദേഹത്തിന് തിരികെ കൊണ്ടുകൊടുത്ത് പാഞ്ചജന്യം എന്ന തൻ്റെ ശംഖം മുഴക്കിക്കൊണ്ട് സ്വപുരമായ മധുരയെ പ്രാപിച്ചു. ഭഗവാൻ സർവജ്ഞനാണല്ലോ, എല്ലാ വിദ്യകളുടെയും ആധാരം. പിന്നെ ഏത് ആചാര്യൻ എന്ത് വിദ്യ തന്നെ ഭഗവാന് പകർന്നു നൽകണം? എന്നാലും 64 ദിനം സാന്ദീപനി ആശ്രമത്തിൽ ശിഷ്യനായി ശ്രീകൃഷ്ണൻ കഴിഞ്ഞു. പിന്നെ ഗുരുദക്ഷിണയായി പ്രഭാസതീർത്ഥത്തിൽ നഷ്ടപ്പെട്ട തൻ്റെ പുത്രനെ തിരികെ കിട്ടിയാൽ കൊള്ളാം എന്ന് സാന്ദീപനി മഹർഷി ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ പ്രഭാസതീർത്ഥത്തിൽ എത്തി. അപ്പോൾ വരുണദേവൻ ഗുരുപുത്രനെ താൻ അപഹരിച്ചിട്ടില്ലെന്ന് ഭഗവാനെ വണങ്ങിപ്പറഞ്ഞു. ഒരു പക്ഷേ സമുദ്രാന്തർഭാഗത്ത് ഒളിച്ചു കഴിയുന്ന മഹാശക്തനായ പഞ്ചജനൻ ആകാം ഇത് ചെയ്തിരിക്കുക എന്നും അറിയിച്ചു. ഭഗവാൻ സമുദ്രാന്തർഭാഗത്ത് പഞ്ചജനെ കണ്ടെത്തി വധിച്ചു. എന്നാൽ ഗുരുപുത്രൻ അവിടെയും ഉണ്ടായിരുന്നില്ല. പഞ്ചജനനിൽ നിന്ന് പാഞ്ചജന്യം എന്ന ശംഖ് സമ്പാദിച്ച് പിന്നെ യമലോകത്തിലെത്തി. അവിടെ യമധർമ്മനിൽ നിന്ന് ഗുരുപുത്രനെ വീണ്ടെടുത്ത് സാന്ദീപനി മഹർഷിക്ക് ഗുരുദക്ഷിണയായി നൽകി.
64 ദിനം കൊണ്ട് സർവവിദ്യകളും സ്വായത്തമാക്കി പാഞ്ചജന്യത്തെ ധ്വനിപ്പിച്ച് കാഹളാരാവത്തോടെ രാമഭദ്രനോടുകൂടി ശ്രീകൃഷ്ണൻ മധുരയിൽ തിരിച്ചെത്തി. കംസവധത്തിന് ശേഷം ഉഗ്രസേനനെ യദുരാജാവായി വാഴിച്ച ശ്രീകൃഷ്ണൻ യയാതി മഹാരാജാവിന്റെ ശാപം മൂലം പുത്രനായ യദുവിന്റെ വംശത്തിന് ഛത്രചാമരാദി ചിഹ്നങ്ങളോടെ സിംഹാസനാരോഹണം ചെയ്യാനുള്ള നഷ്ടപ്പെട്ട അധികാരത്തെ വീണ്ടെടുത്തു നൽകി. യശോദ നന്ദപുത്രൻ എന്ന ഭാവം സ്ഫുരിച്ചിരുന്ന കൃഷ്ണൻ ദേവകീ വസുദേവ പുത്രഭാവത്തോടെ അവരെ സമാശ്വസിപ്പിച്ചു. യദുക്കളെ ആകെ സന്തോഷിപ്പിച്ചു. വസുദേവൻ കുലഗുരുവായ ഗർഗാചാര്യനെയും ബ്രാഹ്മണരെയും വരുത്തി ഉപനയനവും പിന്നെ യാഗവും ചെയ്യിപ്പിച്ച് ഗായത്രി മന്ത്രം ഉപദേശിച്ചു. തുടർന്ന് പരമപുരുഷരായി അവതരിച്ച രാമകൃഷ്ണന്മാർ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി കാശിയിൽ ജനിച്ച് അവന്തി രാജ്യത്തിൽ വസിച്ചു കൊണ്ടിരുന്ന സാന്ദീപനി എന്ന മുനിയുടെ ഗൃഹത്തിലെത്തി. ഗുരുവിനെ അത്യന്തം ഭക്തിയോടെ ദൈവത്തെ പോലെ ആദരിച്ച് ചമത കയ്യിലേന്തി ബാഹ്യേന്ദ്രിയങ്ങളെ അടക്കിയാണ് വേദകർത്താവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗുരുസന്നിധിയിൽ എത്തിയത്. വേദാംഗങ്ങളായ ശിക്ഷ, വ്യാകരണാദികൾ അഭ്യസിച്ച ശേഷം 4 വേദങ്ങളും പരമരഹസ്യമായ ആത്മജ്ഞാനം പ്രകാശിപ്പിക്കുന്ന ഉപനിഷത്തുക്കളും സാന്ദീപനി ഋഷി അവരെ ഉപദേശിച്ചു. പിന്നെ സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, സമാശ്രയം ഇവയ്ക്കു പുറമെ 64 കലകളും അഭ്യസിച്ചു. ഗുരുദക്ഷിണയായി മരിച്ചുപോയ ഗുരുപുത്രനെ യമലോകത്തു നിന്ന് വീണ്ടെടുത്ത് നൽകി. പിന്നെ ഗുരുകുലത്തിൽ നിന്ന് പാഞ്ചജന്യം മുഴക്കിക്കൊണ്ട് ദ്വാരകയിൽ ശ്രീരാമകൃഷ്ണന്മാർ തിരിച്ചെത്തി. മധുരാവാസികൾക്ക് അമൃത ദർശനം നൽകി അവരെ അനുഗ്രഹിച്ചു. ശ്ലോകം 2. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശ പ്രേമഭാരപ്രണുന്നാഃ കാരുണ്യേന ത്വമഭിവിവശ പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തവർയായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനെ ദുർലഭം ദർശയിഷ്യൻ. ഒരിക്കൽ കൂടി. സ്മൃത്വാ സ്മൃത്വാ പശുപസുദൃശ പ്രേമഭാരപ്രണുന്നാഃ കാരുണ്യേന ത്വമഭിവിവശ പ്രാഹിണോരുദ്ധവം തം കിഞ്ചാമുഷ്മൈ പരമസുഹൃദേ ഭക്തവർയായ താസാം ഭക്ത്യുദ്രേകം സകലഭുവനെ ദുർലഭം ദർശയിഷ്യൻ. സ്മൃത്വാ സ്മൃത്വാ ഓർത്തോർത്ത്, പശുപ സുദൃശ ഗോപ സുന്ദരിമാർ, പ്രേമഭാരപ്രണൂന പ്രേമഭാരം കൊണ്ട് പരവശരായി, കാരുണ്യേന ത്വം അഭിവിവശഃ കാരുണ്യത്താൽ അങ്ങ് ശ്രീകൃഷ്ണനും വിവശനായി, പ്രാഹിണോർ പറഞ്ഞ് അയച്ചു, ഉദ്ധവം തം ആ ഉദ്ധവനെ, കിം പ്ലസ് ച കിഞ്ച എന്നു മാത്രമല്ല, അമുഷ്മേ ഇവന് ഈ ഉദ്ധവന്, പരമസുഹൃദേ പരമസുഹൃത്തായ, ഭക്തവൈദ്യായ ഭക്തശ്രേഷ്ഠനുമായ, താസാം അവരുടെ ആ ഗോപശ്രീകളുടെ, ഭക്ത്യുദ്രേകം ഭക്തി പ്ലസ് ഉദ്രേകം ഭക്ത്യുദ്രേകം ഭക്തിയുടെ ആധിക്യം, സകല ഭുവനേ ദുർലഭം സർവ ലോകങ്ങളിലും വെച്ച് ദുർലഭമായ, ദർശയിഷ്യൻ ദർശിപ്പിക്കാനായി പ്രദർശിപ്പിക്കാനായി. ഇനി ശ്ലോകാർത്ഥം. വൃന്ദാവനത്തിൽ ഗോപാംഗനമാർ കണ്ണനെ ഓർത്തോർത്ത് പ്രേമഭാരം കൊണ്ട് പരവശരായിരിക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങ് മധുരയിൽ കാരുണ്യാതിരേകത്താൽ വിവശനുമായി എന്നു മാത്രമല്ല, തൻ്റെ ഭക്തവര്യനും ഉത്തമ സുഹൃത്തുമായ ഉദ്ധവന്
സർവലോക ദുർലഭമായ ആ ഗോപീജനങ്ങളുടെ ഭക്തിയുടെ ആധിക്യത്തെ കാണിച്ചു കൊടുക്കുന്നതിനായി ഉദ്ധവനെ പറഞ്ഞയക്കുകയും ചെയ്തു. ഉദ്ധവനാണ് പരമഭക്തൻ എന്നാണ് ഉദ്ധവരുടെ ധാരണ. എങ്കിൽ പരമഭക്തകളായ അമ്പാടിയിലെ ഗോപികളുടെ കൃഷ്ണഭക്തി ഒന്ന് ദർശിച്ചു വരട്ടെ എന്ന് ഭഗവാൻ കരുതിയിട്ടുണ്ടായിരിക്കണം. ശ്ലോകം 3. ത്വന്മാഹാത്മ്യപ്രതിമവിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹുസരമയാമാസനന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യഃ ശ്രുത്വാ പ്രാപ്തം ഭവദനുചരം ത്യക്തകാര്യസമീയുഃ. ഒരിക്കൽ കൂടി. ത്വന്മാഹാത്മ്യപ്രതിമവിശുനം ഗോകുലം പ്രാപ്യ സായം ത്വദ്വാർത്താഭിർബഹുസരമയാമാസനന്ദം യശോദാം പ്രാതർദൃഷ്ട്വാ മണിമയരഥം ശങ്കിതാ പങ്കജാക്ഷ്യഃ ശ്രുത്വാ പ്രാപ്തം ഭവദനുചരം ത്യക്തകാര്യസമീയുഃ. ത്വത് മാഹാത്മ്യ, അങ്ങയുടെ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യത്തിന്റെ പ്രതിമ പിശുനം, മഹിമാവിസ്താരത്തെ സൂചിപ്പിക്കുന്ന ഗോകുലം പ്രാപ്യ, ഗോകുലത്തെ പ്രാപിച്ചിട്ട് സായങ്കാലത്ത് സന്ധ്യാസമയത്തോടെ ത്വത് വാർത്താഭിർ, അങ്ങയുടെ വാർത്തകളാൽ ബഹു സരമയ മാസ, അദ്ദേഹം ആ ഉദ്ധവർ വളരെയേറെ രഞ്ജിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. നന്ദം യശോദാം, നന്ദഗോപരെയും യശോദയെയും. പ്രാതർ ദൃഷ്ട്വാ മണിമയരഥം, പ്രഭാതത്തിൽ രത്നമയമായ രഥത്തെ കണ്ടിട്ട്. ശങ്കിത പങ്കജാക്ഷ്യഃ, ആ പങ്കജാക്ഷിമാർ സന്ദേഹിച്ചു. ശ്രീകൃഷ്ണൻ വന്നിട്ടുണ്ടോ എന്ന് ശങ്കിച്ച ആ ഗോപസുന്ദരിമാർ. ശ്രുത്വാ പ്രാപ്തം ഭവത് അനുചരം, അങ്ങയുടെ അനുചരനാണ് വന്നിട്ടുള്ളതെന്ന് അറിഞ്ഞിട്ട്. തെക്തകാര്യ, കാര്യങ്ങളെ തെക്തമാക്കിയിട്ട്, വീട്ടുകാര്യങ്ങളെയെല്ലാം ഉപേക്ഷിച്ചിട്ട്. സമീയു, ആഗതരായി, ഉദ്ധവരുടെ സമീപം വന്നെത്തിയവരായി. ശ്ലോകാർത്ഥം. ഭഗവാന്റെ മാഹാത്മ്യ അപദാനങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കീർത്തനാലാപനങ്ങൾ മുഴങ്ങിയിരുന്ന ആ ഗോകുലത്തെ സായങ്കാലത്ത് പ്രാപിച്ച് ശ്രീകൃഷ്ണന്റെ വൃത്താന്തങ്ങളാൽ നന്ദഗോപരെയും യശോദയെയും ആ ഉദ്ധവർ വളരെ സന്തോഷിപ്പിച്ചു. പ്രഭാതത്തിൽ കണ്ണനാണോ വന്നിരിക്കുന്നത് എന്ന് ശങ്കിച്ച ആ ഗോപസുന്ദരിമാർ അങ്ങയുടെ അനുചരനായ ഉദ്ധവൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് മറ്റു കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഉദ്ധവരുടെ സമീപത്തെത്തി. ശ്ലോകം 4. ദൃഷ്ട്വാ ചൈനം ത്വദുപമലസത് വേഷഭൂഷാഭിരാമം സ്മൃത്വാ തവ വിലസിതാൻ ഉച്ചകൈസ്താനി താനി രുദ്ധാലാഭ കഥമഭി പുനർ ഗദ്ഗദാം വാചമൂചുഃ സൗജന്യാദീൻ നിജപരഭിതാം അപ്യലം വിസ്മരന്ത്യഃ. ഒരിക്കൽ കൂടി. ദൃഷ്ട്വാ ചൈനം ത്വദുപമലസത് വേഷഭൂഷാഭിരാമം സ്മൃത്വാ തവ വിലസിതാൻ ഉച്ചകൈസ്താനി താനി രുദ്ധാലാഭ കഥമഭി പുനർ ഗദ്ഗദാം വാചമൂചുഃ സൗജന്യാദീൻ നിജപരഭിതാം അപ്യലം വിസ്മരന്ത്യഃ. ദൃഷ്ട്വാ, ദർശിച്ചിട്ട്. ഛ ഏനം, ആ ഉദ്ധവനെ തന്നെ. ത്വത് ഉപമലസദ്വേഷഭൂഷാഭിരാമം, ശ്രീകൃഷ്ണനോട് ഉപമിക്കാവുന്ന വേഷഭൂഷണങ്ങളോടെ മനോഹരനായിട്ട്.
സ്മൃത്വാ സ്മൃത്വാ വീണ്ടും വീണ്ടും ഓർത്തിട്ട്, തവ വിലസിതാനി കണ്ണന്റെ മഹനീയ വിലാസങ്ങളെ, ഉച്ചകൈ താനി താനി അവയെ തന്നെ നന്നായി ഒന്നൊന്നായി, രുദ്ധാലാഭ ആലപിക്കാൻ രുദ്രഗതരായി ആലപിക്കാൻ കഴിയാത്തവരായി, കഥം അഭി പണിപ്പെട്ട്, പുനർ ഗദ്ഗദാം പിന്നെ ഗദ്ഗദത്തോടുകൂടി, വാചം ഊചുർ വാക്കുകളെ പറഞ്ഞു, സൗജന്യാധീൻ സുജന മര്യാദ എന്നിവ, നിജപരപിതാം അഭി തങ്ങളും അന്യനും എന്ന ഭേദത്തെയും, അലം പൂർണ്ണമായി, വിസ്മരന്ത്യ വിസ്മരിച്ചവരായി. ശ്ലോകാർത്ഥം നോക്കാം. ശ്രീകൃഷ്ണന് തുല്യമായ വേഷഭൂഷണങ്ങളാൽ അഭിരാമനായ മനോഹരനായ ഈ ഉദ്ധവരെ കണ്ടിട്ട്, അങ്ങയുടെ ശ്രേഷ്ഠങ്ങളായ അതതു വിലാസങ്ങളെ വീണ്ടും വീണ്ടും സ്മരിച്ചിട്ട്, തൊണ്ടയിടറിക്കൊണ്ട് സംസാരിക്കാനാകാതെ സുജനമര്യാദയും നിജപരവ്യത്യാസവും പൂർണ്ണമായി വിസ്മരിച്ച്, പിന്നെ പണിപ്പെട്ടിട്ട് ഗദ്ഗദത്തോടുകൂടി ഉദ്ധവനോട് അവർ സംസാരിച്ചു. ഉദ്ധവർ സർവാഭരണഭൂഷിതനായി മഞ്ഞപ്പട്ടാട ചാർത്തിയാണ് ഗോകുലത്തിൽ എത്തിയത്. ശിരസിലെ മയിൽപ്പീലിയുടെ കുറവ് മാത്രമേ കണ്ണനുമായി സാമ്യപ്പെടുത്തിയാൽ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ഉദ്ധവരെ കണ്ടിട്ട് കണ്ണൻ തന്നെയാണോ വന്നിട്ടുള്ളത് എന്ന് ആ ഗോപശ്രീകൾ സന്ദേഹിച്ചു. ഗോകുലത്തിലേക്ക് ഉദ്ധവരെ പറഞ്ഞയക്കുമ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, ഹേ സാധുശീലനായ ഉദ്ധവ, അങ്ങ് ഗോകുലത്തിൽ ചെന്ന് ഞങ്ങളുടെ അച്ഛനമ്മമാരായ നന്ദഗോപരെയും യശോദയെയും സന്തോഷിപ്പിക്കണം. എന്നെ പിരിഞ്ഞിരിക്കുന്ന ഗോപികൾ അനുഭവിക്കുന്ന മനോവ്യസനത്തെ എന്റെ ഉപദേശങ്ങൾ കൊണ്ട് ശാന്തരാക്കണം. അവർ എന്നിൽ മാത്രം മനസ്സുറപ്പിച്ചവരാണ്. അവരുടെ ദേഹം അവിടെയും ആത്മാവ് എന്നിലുമാണ്. എന്റെ പ്രീതിയെ മാത്രം കരുതുന്ന അവരെ ഞാൻ എന്റെ ഹൃദയമധ്യത്തിൽ വഹിക്കും. അവർക്ക് സകല പുരുഷാർത്ഥങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കും. പിന്നെ സന്ധ്യയോടെ വ്രജത്തിലെത്തിയ ഉദ്ധവർ എല്ലാവിധ വൈദികയത്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഗോപഗ്രഹങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ടു. പൂന്തോട്ടത്തിൽ നിന്ന് വികസിച്ചു നിൽക്കുന്ന പുഷ്പങ്ങളുടെ സൗരഭ്യം എങ്ങും പരന്നിരുന്നു. പൊയ്കകളിൽ താമര വിടർന്നു നിൽക്കുന്നു. പക്ഷികളുടെ കളകൂചനം, വെളുവെളുത്ത പശുക്കുട്ടികൾ കൂത്താടുന്നു. ഗ്രഹങ്ങൾ തോരണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. മംഗളസൂചകമായി ഗ്രഹദ്വാരത്തിൽ മാവുകൊണ്ട് കോലം വരച്ച അലങ്കരിച്ചിരിക്കുന്നു. ധൂപങ്ങൾ, ദീപങ്ങൾ, മാലകൾ ഇവയാൽ ഗൃഹാന്തർഭാഗം ഹൃദയാകർഷകമാക്കിയിരിക്കുന്നു. എങ്ങും ശ്രീകൃഷ്ണ ലീലാപനങ്ങൾ. വ്രജത്തിൽ പ്രവേശിച്ച് യശോദ നന്ദഗോപന്മാരെ സ്വാന്തനിപ്പിച്ച് സന്തോഷിപ്പിച്ച ഉദ്ധവർ പ്രഭാതത്തിൽ ഗോപികമാരെ സമീപിക്കുന്നു. ശ്രീകൃഷ്ണനെ പോലെ തന്നെ മനോഹരനായി, പീതാംബരധരനായി, ഉത്തരീയമണിഞ്ഞ്, താമരമാല ചാർത്തി, ബ്രഹ്മ തേജസ്സോടെ മുന്നിൽ നിൽക്കുന്ന ഉദ്ധവരെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. അവർ ഭഗവാൻ അയച്ച ദൂതനാണെന്ന് കണ്ട് ആ ഉദ്ധവരെ അവർ നമസ്കരിച്ചു. അവർ ശ്രീകൃഷ്ണന്റെ കീർത്തനങ്ങൾ ആലപിച്ചും കരഞ്ഞും ഇരിക്കുമ്പോൾ തേൻ കുടിച്ച് അതിച്ചു മുരണ്ടുകൊണ്ടിരുന്ന ഒരു വണ്ടിനെ കണ്ട് ശ്രീകൃഷ്ണനെ കുറിച്ച് പറയാനുള്ളതെല്ലാം ആ വണ്ടിനോട് എന്ന പോലെ ഉദ്ധവരോട് പറയുന്നു. ഈ ആവലാദികൾ ഭ്രമരഗീതം എന്ന് പ്രസിദ്ധം. ഉദ്ധവർ ആ ഗോപികളുടെ ഭഗവത് ഭക്തിയിൽ ആശ്ചര്യപരതന്ത്രനായി. ഉദ്ധവർ പറഞ്ഞു, ഇത്തരം ഭക്തിവിശേഷം ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. നിങ്ങൾ തന്നെ ലോകപൂജ്യകൾ. ശ്ലോകം 5. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ പ്രേക്ഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാഖരേ നാഥപായാഖ ആശ്ലേഷാണാമൃതവപുഷോ ഹന്തദേ ചുംബനാനാം ഉന്മാദാനാം കുഹകവജസാം വിസ്മരേത് കാന്തകാവ. ഒരിക്കൽ കൂടി. ശ്രീമൻ കിം ത്വം പിതൃജനകൃതേ
പ്രേക്ഷിതോ നിർദ്ദയേന ക്വാസൗ കാന്തോ നഗരസുദൃശാം ഹാകരേ നാഥപായാഹ ആശ്ലേഷാണാമൃതവപുഷോ ഹന്തദേ ചുംബനാനാം ഉന്മാദാനാം കുഹഗവജസാം വിസ്മരേത് കാന്തകാവാ. ശ്രീമൻ, ഹേ ശ്രീമാനായ ഉദ്ധവ, കിം എന്തുകൊണ്ടാണ്, ത്വം അങ്ങ്, പിതൃജനകൃതേ പിതൃജനങ്ങൾക്കു വേണ്ടി, പ്രേക്ഷിതോ അയക്കപ്പെട്ടവനാണോ, നിർദ്ദയേന നിർദ്ദയനായ കണ്ണനാൽ, ക്വ പ്ലസ് അസൗ ക്വാസൗ ആ കണ്ണൻ എവിടെ, കാന്തോ നഗരസുദൃശാം നഗരസുന്ദരിമാരുടെ കാന്തനായ, ഹാ ഹരേ നാഥ പായാഹ ഹാ ശ്രീഹരിയായ നാഥ രക്ഷിക്കണമേ. ആശ്ലേഷാണാം അമൃതവപുഷോ അങ്ങയുടെ അമൃതവപുസിൻ്റെ ആശ്ലേഷണങ്ങളെയും, ഹന്തതേ ചുംബനാനാം ഹ ചുംബനങ്ങളെയും, ഉന്മാദാനാം ഉന്മാദം ഉളവാക്കുന്ന, കുഹഹ വജസാം കപടമൊഴികളെയും, വിസ്മരേത് കാന്തകാവാ ഹേ കാന്തി പരത്തുന്ന മനോഹര ആർക്ക് വിസ്മരിക്കാനാകും. ശ്ലോകാർത്ഥം. ശ്രീമാനായ ഹേ ഉദ്ധവ, നിർദ്ദയനായ ശ്രീകൃഷ്ണൻ മാതാപിതാക്കൾക്കു വേണ്ടിയാണോ അങ്ങയെ നിയോഗിച്ചത്? നഗരസുന്ദരിമാരുടെ കാന്തനായ ആ കണ്ണൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഹാ ശ്രീഹരി തന്നെയായ നാഥ, ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അത്യന്തം ആകർഷകമായ അങ്ങയുടെ അമൃതവപുസിൻ്റെ ആശ്ലേഷണങ്ങളുടെയും ചുംബനങ്ങളുടെയും ഉന്മാദകാരങ്ങളായ ചേഷ്ടകളുടെയും കപടവാക്കുകളുടെയും സ്മരണ ഏതൊരുവളാണ് വിസ്മരിക്കുക? ശ്ലോകം 6. രാസക്രീഡാലുളിതലളിതം വിശ്ലധത്കേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ദേ സകൃതഭിസമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത്പ്രിയാസ്ത്വാംബിലേപുഃ. ഒരിക്കൽ കൂടി. രാസക്രീഡാലുളിതലളിതം വിശ്ലധത്കേശപാശം മന്ദോദ്ഭിന്ന ശ്രമജലകണം ലോഭനീയം ത്വദംഗം കാരുണ്യാബ്ദേ സകൃതഭിസമാലിംഗിതും ദർശയേതി പ്രേമോന്മാദാത് ഭുവനമദന ത്വത്പ്രിയാസ്ത്വാംബിലേപുഃ. രാസക്രീഡാ സമയത്ത് ലുളിത ലളിതം തലോടപ്പെട്ട മനോഹരമായി, വിശ്ലത കേശപാശം അഴിഞ്ഞുലഞ്ഞ വാർമുടിക്കെട്ടോടുകൂടി, മന്ദോദ്ഭിന്നം മന്ദ പ്ലസ് ഉദ്ഭിന്നം മന്ദോദ്ഭിന്നം അല്പമായി പൊടിയുന്ന, ശ്രമജലകണം വിയർപ്പു തുള്ളികളോടുകൂടിയും, ലോഭനീയം ത്വത് അംഗം അങ്ങയുടെ തിരുമേനി അതീവ ലോഭനീയവും ആകർഷണീയമായി, കാരുണ്യാബ്ധേ ഹേ കാരുണ്യ സാഗരമായ ശ്രീകൃഷ്ണ, സകൃത് അഭി ഒരിക്കൽ കൂടി, സമാലിംഗിതും ആലിംഗനം ചെയ്യുവാനായി, ദർശയ ഇതി സുദൃശ്യമാക്കണം എന്ന്, പ്രേമ ഉന്മാദാത് പ്രേമത്തിൻ്റെ ഉന്മാദത്താൽ, ഭുവനമതന ഭുവനങ്ങൾക്കെല്ലാം കാമതനായ, ത്വത്പ്രിയാം അങ്ങയ്ക്ക് പ്രിയപ്പെട്ട, ത്വാം വിലേബുഹു അങ്ങയ്ക്ക് വേണ്ടി വിലപിച്ചു. ശ്ലോകാർത്ഥം. ഹേ കരുണാക്കടലായ ഭഗവാനെ ശ്രീകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പ,
രാസക്രീഡാ സമയത്ത് തലോടപ്പെട്ട മനോഹരമായ കെട്ടഴിഞ്ഞ തലമുടികളോടുകൂടി അല്പമായി പൊടിയുന്ന വിയർപ്പു തുള്ളികളാൽ ലോപനീയമായ തിരുമേനിയെ ആലിംഗനം ചെയ്യുന്നതിന് ഒരിക്കൽ കൂടി ദർശനമേകണമേ എന്ന് ഭുവനമഥനനായ അലയോ ശ്രീകൃഷ്ണ, അങ്ങേക്ക് പ്രിയപ്പെട്ടവരായ ഈ ഗോപികൾ പ്രേമം കൊണ്ട് ഉന്മാദം ബാധിച്ച് കണ്ണനെ ഉദ്ദേശിച്ച് വിലപിച്ചു. ഭാഗവതം ദശമസ്കന്ധം 47 അധ്യായത്തിൽ 52 ശ്ലോകം ശ്രദ്ധിക്കാം. ഹേ നാഥ, ഹേ രമാനാഥ, വ്രജനാഥാർത്തിനാശന, മക്തമുദ്ധര ഗോവിന്ദ, ഗോകുലം വ്യജിനാർണവാത്. ഹേ സ്വാമിൻ, ദുഃഖസമുദ്രത്തിൽ മുങ്ങിയിരിക്കുന്ന ഗോകുലവാസികളെ അങ്ങു തന്നെ കരകയറ്റിവിടേണമേ. അങ്ങ് ഒന്നോടും ചേരാത്തവനാണെങ്കിലും ലക്ഷ്മീ ദേവിയോട് ചേർന്നിരിക്കുന്നയില്ലയോ? ദാസികളായ ഞങ്ങളെ രക്ഷിക്കാനായി ഞങ്ങളോടുള്ള ചേർച്ച അങ്ങേക്ക് ബന്ധഹേതുവായി വരികയില്ലല്ലോ. ഹേ വ്രജനാഥ, വ്രജത്തെ രക്ഷിക്കാൻ അങ്ങേക്ക് ബാധ്യതയില്ലേ? ഹേ ഗോവിന്ദ, ഇന്ദ്രനും കാമധേനുവും നിന്തിരുവടിയെ ഗോകുലാധിപതിയായി അഭിഷേകം ചെയ്തിട്ടുള്ളത് മറന്നുകളയാതെ ഞങ്ങളെ ഈ സങ്കടമാകുന്ന വൻകടലിൽ നിന്ന് വലിച്ചു കയറ്റി കരയ്ക്കണിയിച്ച് കാത്തുകൊള്ളണമേ. ശ്ലോകം 7. ഏവം പ്രായൈർവിവശവജനൈർ ആകുലാ ഗോപികാസ്താഃ ത്വത്സന്ദേശൈ പ്രകൃതിമനയത് സോധവിജ്ഞാനഗർഭൈഃ ഭൂയസ്താഭിർമുദിതമതിഭിഃ ത്വന്മയീഭിർവധൂഭിഃ തത്തത്വാർത്താ സരസമനയത് കാനിചേത് വാസരാണി. ഒരിക്കൽ കൂടി. ഏവം പ്രായൈർവിവശവജനൈർ ആകുലാ ഗോപികാസ്താഃ ത്വത്സന്ദേശൈ പ്രകൃതിമനയത് സോധവിജ്ഞാനഗർഭൈഃ ഭൂയസ്താഭിർമുദിതമതിഭിഃ ത്വന്മയീഭിർവധൂഭിഃ തത്തത്വാർത്താ സരസമനയത് കാനിചേത് വാസരാണി. ഏവം പ്രായൈ, ഇങ്ങനെയൊക്കെയുള്ള, വിവശ വചനൈ, പാരവശ്യം തുളുമ്പുന്ന പ്രകടമാക്കുന്ന വാക്കുകളാൽ, ആകുല ഗോപികാഥ, ആകുലരായ ദുഃഖിതരായ ആ ഗോപികളെ, ത്വത്സന്ദേശൈ, അങ്ങയുടെ സന്ദേശ സാന്ത്വനങ്ങളാൽ, പ്രകൃതി അനയത്, സ്വസ്ഥതയിലേക്ക് നയിച്ചു. സോധ, സ പ്ലസ് അത സോധ. അനന്തരം ആ ഉദ്ധവൻ വിജ്ഞാനഗർഭൈ, വിജ്ഞാനഗർഭമായ, വിജ്ഞാനം കൊണ്ട് നിറഞ്ഞ, ഭൂയ, പിന്നെ താപി മുദിതമതിഭി, സന്തോഷചിത്തരായ അവർ ആ ഗോപികൾ, ത്വത് മയീഭി, അങ്ങയോട് തന്മയീഭാവമുള്ളവരായി, വധൂഭി, ആ ഗോപവധുക്കളോടുകൂടി, തത്തദ്വാർത്ത, സരസം, ഓരോരോ വൃത്താന്തം സരസമായി, അനയത്, നയിച്ചു, കാനിജേത് വാസരാണി, ഏതാനും ദിനങ്ങൾ. അർത്ഥം: പിന്നെ ആ ഉദ്ധവർ ഇങ്ങനെയൊക്കെ വിവശതയാർന്ന വാക്കുകളാൽ ആകുലകളായ ആ ഗോപികളെ വിജ്ഞാനഗർഭമായ അങ്ങയുടെ സന്ദേശത്താൽ സ്വസ്ഥരാക്കി തീർത്തു. പിന്നെ സന്തോഷചിത്തരായി ശ്രീകൃഷ്ണനോട് തന്മയീഭവിച്ച ആ ഗോപവധൂക്കളോടുകൂടി ഓരോരോ വൃത്താന്തങ്ങൾ പറഞ്ഞ് ഏതാനും ദിവസങ്ങളെ സരസമായി കഴിച്ചുകൂട്ടി. ശ്ലോകം 8. ത്വത്പ്രോദ്ഗാനൈ സഹിതമനിശം സർവതോഗേകകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതിമിഥ സൈവ ചോത്സ്വാപലാപാഃ ചേഷ്ടാപ്രായ സ്ത്വദനുഹൃദയഃ
ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യമുഹദധികം വിസ്മയാദുദ്ധവോയം. ഒരിക്കൽ കൂടി. ത്വദ്ബ്രോദ്ഗാനൈ സകിതമനിശം സർവതോഗേകകൃത്യം ത്വദ്വാർത്തൈവ പ്രസരതിമിഥ സൈവ ചോത്സോപലാപാക ചേഷ്ടാപ്രായ സ്ത്വദനുഹൃദയക ത്വന്മയം സർവമേവം ദൃഷ്ട്വാ തത്ര വ്യമുഹദധികം വിസ്മയാദുദ്ധവോയം. ത്വദ് അങ്ങയുടെ ശ്രീകൃഷ്ണന്റെ പ്രോദ്ഗാനൈ സഹിതം ഉച്ചത്തിലുള്ള കീർത്തനങ്ങളോടുകൂടി അനിശം എല്ലായ്പ്പോഴും സർവതോ എല്ലായിടത്തും ഗേഹകൃത്യം ഗേഹവൃത്തികൾ വീട്ടു ജോലികൾ ത്വദ് വാർത്ത ഏവ അങ്ങയുടെ ശ്രീകൃഷ്ണന്റെ വാർത്തകളെ തന്നെ പ്രസരിക്കുന്ന മിത പരസ്പരം സ ഏവ സൈവ ആ വാർത്ത തന്നെ ച ഉത്സ്വാപ ലാഭ ഉറക്കത്തിലെ ആലാപനങ്ങൾ പോലും ചേഷ്ടകൾ പായ മിക്കവാറും തത് അനുകൃതയ അങ്ങയുടെ അനുകരണം ത്വന്മയം ശ്രീകൃഷ്ണമയമായി സർവം ഏവം ഇങ്ങനെ എല്ലാം ദൃഷ്ട്വാ തത്ര അവിടെ കണ്ടിട്ട് വ്യമഹുത് അധികം വളരെയേറെ സംഭ്രമിച്ചു. വിസ്മയത്താൽ ഉദ്ധവ അയം ആ ഉദ്ധവൻ. ശ്ലോകാർത്ഥം ഗോപികമാർ എല്ലായ്പ്പോഴും എല്ലായിടത്തും ഗ്രഹപ്രവൃത്തികളെല്ലാം ശ്രീകൃഷ്ണനെക്കുറിച്ച് ഉച്ചത്തിലുള്ള കീർത്തനാലാപനങ്ങളോട് കൂടിയാണ് ചെയ്തിരുന്നത്. പരസ്പരം കണ്ണൻ്റെ വൃത്താന്തമാണ് വർണ്ണിച്ചിരുന്നത്. സ്വപ്നത്തിൽ സംസാരിക്കുന്നത് പോലും കണ്ണൻ്റെ വാർത്ത തന്നെ. അവരുടെ ചേഷ്ടകളെല്ലാം അങ്ങയുടെ അനുകരണം മാത്രമായിരുന്നു. ഇപ്രകാരം അമ്പാടിയിലുള്ള എല്ലാം തന്നെ ശ്രീകൃഷ്ണമയമായി ദർശിച്ചിട്ട് ആ ഉദ്ധവൻ വിസ്മയത്താൽ വളരെയേറെ വ്യാമോഹിതനായി. യാതൊന്നു കണ്ടതതു നാരായണ പ്രതിമ, യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണ അർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്നതായിരുന്നു അമ്പാടിയിലെ അവസ്ഥ. ശ്ലോകം 9. രാധായാമേ പ്രിയതമമിദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനീ മത്പ്രിയേ വാ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജ്ജനേ മാം ഇത്തം വാദൈർ അരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷീം. ഒരിക്കൽ കൂടി. രാധായാമേ പ്രിയതമമിദം മത്പ്രിയൈവം ബ്രവീതി ത്വം കിം മൗനം കലയസി സഖേ മാനിനീ മത്പ്രിയേ വാ ഇത്യാദ്യേവ പ്രവദതി സഖി ത്വത്പ്രിയോ നിർജ്ജനേ മാം ഇത്തം വാദൈർ അരമയദയം ത്വത്പ്രിയാമുത്പലാക്ഷീം. രാധായാമേ എന്റെ രാധയ്ക്ക് പ്രിയതമം ഇതം ഇത് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. മൽപ്രിയ ഏവം ബ്രവീതി എൻ്റെ പ്രിയ ഇങ്ങനെ പറയുന്നു. ത്വം കിം മൗനം കലയസി നീ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? സഖേ ഹേ സഖാവേ സുഹൃത്തേ മാനിനി പ്രണയകോപിഷ്ടയായവളെ മത്പ്രിയ ഇവ എൻ്റെ പ്രേയസിയെപ്പോലെ ഇത്യാദി ഏവ എന്നിങ്ങനെ തന്നെ പ്രവദതി പറയാറുണ്ട്. സഖി സഖിയായ ഹേ രാധേ ത്വത്പ്രിയോ എൻ്റെ
പ്രിയൻ കൃഷ്ണൻ. നിർജനെ ജനങ്ങൾ ആരും അടുത്തില്ലാത്തപ്പോൾ, അതായത് ഏകാന്തത്തിൽ, മാം ഇത്തം എന്നോട് ഇങ്ങനെ, വാധൈർ അരമയത് വാക്കുകളാൽ അവരെ രമിപ്പിച്ചു. അയം ആ ഉദ്ധവൻ, ത്വത്പ്രിയാം കണ്ണൻ്റെ പ്രിയയായ, ഉൽപ്പലാക്ഷിം സുന്ദരിയായ രാധയെ. ശ്ലോകാർത്ഥം: ഹേ സഖേ, എൻ്റെ രാധയ്ക്ക് ഇത് വളരെ പ്രിയമാണ്. എൻ്റെ രാധ ഇങ്ങനെ പറയും, നീ എന്താണ് പ്രണയ കലഹിതയായി എൻ്റെ പ്രിയയെ പോലെ മൗനം കൊള്ളുന്നത് എന്നിങ്ങനെ കണ്ണൻ്റെ സഖിയായ രാധേ, നിന്റെ പ്രിയൻ ഏകാന്തത്തിൽ എന്നോട് പറയാറുണ്ട് എന്നിങ്ങനെയുള്ള മധുരവാക്കുകളെ കൊണ്ട് ആ ഉദ്ധവൻ കണ്ണൻ്റെ പ്രിയ സുന്ദരിയായ രാധയെ സമാശ്വസിപ്പിച്ചു. ശ്ലോകം 10. ഏഷ്യാമിദ്രാഗ് അനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേബി സ്മരണദൃഢതാ സംഭവാത് മാസ്തു ഖേദക ബ്രഹ്മാനന്ദേ മിളദിനജിരാത് സംഗമോ വാ വിയോഗക തുല്യോ വസ്യാദിതി തവ ഗിരാ സോകരോത് നിർവ്യഥാസ്താക. ഒരിക്കൽ കൂടി. ഏഷ്യാമിദ്രാഗ് അനുപഗമനം കേവലം കാര്യഭാരാത് വിശ്ലേഷേബി സ്മരണദൃഢതാ സംഭവാത് മാസ്തു ഖേദക ബ്രഹ്മാനന്ദേ മിളദിനജിരാത് സംഗമോ വാ വിയോഗക തുല്യോ വസ്യാദിതി തവ ഗിരാ സോകരോത് നിർവ്യഥാസ്താക. ഏഷ്യാമി ഞാൻ വരുന്നുണ്ട്, ദ്രാഖ് വേഗത്തിൽ തന്നെ, അനു ഉപഗമനം തിരിച്ചു വരാതിരിക്കുന്നത്, കേവലം കാര്യഭാരാത് കർത്തവ്യഭാരം കൊണ്ട് മാത്രമാണ്, വിശ്ലേഷ അഭി വിശ്ലേഷയഭി വേർപാടിലും, സ്മരണദൃഢതാ സംഭവാത് സ്മരണകൾക്ക് ഓർമ്മകൾക്ക് ദൃഢത സംഭവിക്കുന്നതിൽ, മാ അസ്തു ഖേദഃ ഖേദം ഉണ്ടാകരുത്, ബ്രഹ്മാനന്ദേ മിളതി ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ, ന ചിരാത് അചിരേണ തന്നെ താമസം കൂടാതെ തന്നെ, സംഗമോ വാ വിയോഗഃ സംഗമമോ വിയോഗമോ ആകട്ടെ, തുല്യോ വാ സ്യാത് തുല്യമായി ഭവിക്കും ഒന്ന് തന്നെയായിരിക്കും, ഇതി ഇപ്രകാരമുള്ള തവഗിര അങ്ങയുടെ വാക്കുകൊണ്ട്, സ ആ ഉദ്ധവൻ, അകരോത് നിർവ്യഥ അവരെ വ്യഥ ദുഃഖം ഇല്ലാത്തവരാക്കി തീർത്തു. ശ്ലോകാർത്ഥം: ഞാൻ വേഗത്തിൽ തിരിച്ചു വരുന്നുണ്ട്, വരാതിരിക്കുന്നത് കാര്യഭാരം കൊണ്ട് മാത്രമാണ്, വേർപാടിലും സ്മരണയിലും താമസം നേരിടുന്നതിൽ ദുഃഖിക്കരുത്, വളരെ താമസിയാതെ തന്നെ ബ്രഹ്മാനന്ദം സിദ്ധിക്കുമ്പോൾ സംഗമവും വിയോഗവും നിങ്ങൾക്ക് തുല്യമായിരിക്കും എന്നിങ്ങനെയുള്ള ശ്രീകൃഷ്ണവചനങ്ങളെ കൊണ്ട് ആ ഉദ്ധവൻ അവരെ ദുഃഖമില്ലാത്തവരാക്കി തീർത്തു. ശ്ലോകം 11. ഏവം ഭക്തി സകലഭുവനേ നേക്ഷിതാനശ്രുതാ വാ കിം ശാസ്ത്രൗഘൈ കിമിക തപസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദകുലമുപഗതം ഗോകുലാദുദ്ധവം തം ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപതേ പാഹി മാമയൗഖാദ്. ഒരിക്കൽ കൂടി. ഏവം ഭക്തി സകലഭുവനേ നേക്ഷിതാനശ്രുതാ വാ കിം ശാസ്ത്രൗഘൈ കിമിക തപസാ ഗോപികാഭ്യോ നമോസ്തു ഇത്യാനന്ദകുലമുപഗതം ഗോകുലാദുദ്ധവം തം
ദൃഷ്ട്വാ ഹൃഷ്ടോ ഗുരുപുരപതേ പാഹി മാമയൗഘാത്. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഏവം ഭക്തി, ഇങ്ങനെയുള്ള ഭക്തി, സകല ഭുവനേ, ഭുവനത്തിലെല്ലായിടത്തും, ന ഈഷിത, കണ്ടിട്ടില്ല, ന ശ്രുതാവ, കേട്ടിട്ടുമില്ല, കിം ശാസ്ത്ര ഔഘേ, ശാസ്ത്ര സമൂഹത്താൽ എന്ത് ഫലം, ഹിം ഇഹ തപസ, തപസ്സുകൊണ്ട് എന്ത് ഫലം, ഗോപികാഭ്യോ നമ അസ്തു, ഗോപികൾക്ക് നമസ്കാരം ഭവിക്കട്ടെ. ഇതി, ഇങ്ങനെ, ആനന്ദ ആകുലം, ആനന്ദത്താൽ പരവശനായ, ഉപഗതം ഗോകുലാത്, ഗോകുലത്തിൽ നിന്ന് മടങ്ങി വന്ന, ഉദ്ധവം തം, ആ ഉദ്ധവനെ, ദൃഷ്ട്വാ, കണ്ടിട്ട്, ഹൃഷ്ടോ, സന്തുഷ്ടനായ, ഗുരുപുരപതേ, ഹേ ഗുരുവായൂരപ്പ, പാഹി, രക്ഷിക്കേണമേ, മാം, എൻ്റെ ആമയ ഔഘാത്, രോഗസമൂഹത്തിൽ നിന്ന്. ശ്ലോകാർത്ഥം. ഇങ്ങനെയുള്ള ഭക്തി ലോകങ്ങളിലെങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ശാസ്ത്രങ്ങളെ കൊണ്ടെന്ത് ഫലം, തപസ്സുകൊണ്ടെന്ത് ഫലം, ഗോപികമാരെ ഞാൻ നമസ്കരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് അമ്പാടിയിൽ നിന്ന് മടങ്ങി വന്ന ആനന്ദവിവശനായ ആ ഉദ്ധവനെ കണ്ട് സന്തുഷ്ടനായ ഹേ ഗുരുവായൂരപ്പ, ശ്രീകൃഷ്ണ, എന്നെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ, രക്ഷിക്കണമേ. കൃഷ്ണ.